ഹായ് സ്റ്റുഡൻസ്, ഇനിയും 5 ദിവസങ്ങൾ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് തന്നെ തോന്നും അല്ലേ, ഈ 5 ദിവസങ്ങൾ എന്നുള്ള വാക്ക് നമുക്ക് മനസ്സിലേക്കും പലതരത്തിലെടുക്കാം, പറയുമ്പോഴും പലതരത്തിലെടുക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കടാ, നമ്മളൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത ഒരു യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങുന്നു എന്ന് കരുതും. 5 ദിവസങ്ങളും കൂടെ കഴിയുമ്പോൾ നമ്മൾ ആ യാത്ര പോകുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങളത് അച്ചീവ് ചെയ്യുന്ന ദിവസം വന്നെത്തും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു മനസ്സ്? നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻക്രീസ്ഡ് എനർജിയാണ്. നമ്മൾ ഓടി നടന്ന സാധനങ്ങളൊക്കെ അടുക്കി വെക്കും. നമുക്ക് അന്ന് വരെ നമ്മൾ അമ്മ പറഞ്ഞാലോ അച്ഛൻ പറഞ്ഞാലോ നമ്മൾ കൈ കഴിക്കുന്നു, കാല് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത്, നമ്മൾ നല്ല വെയിറ്റ് ബാഗൊക്കെ ചുമന്നെടുക്കുന്നു, എല്ലാം വൃത്തിയാക്കുന്നു. നമ്മൾ ഓടി നടന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലേ? നമ്മൾ പരീക്ഷ എടുക്കുമ്പോൾ ഇതേ എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്കും വേണ്ടത്. എന്താ അങ്ങനെ പറയാനെന്ന് അറിയാവോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ 5 days to go എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് അയ്യോ 5 ദിവസം ഇങ്ങനെയാണ്. ഈ അയ്യോ 5 ദിവസം എന്ന് പറയുന്നിടത്തും 5 ദിവസം എന്ന് പറയുന്നിടത്തും ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഫീലിംഗ് എക്സൈറ്റ്മെൻറ്റിൻ്റേതാണ്. അവിടെ നടക്കുന്ന ഫിസിയോളജിക്കൽ പ്രോസസ്സ്, ഫിയർ എന്ന് പറയുമ്പോഴും 5 ദിവസം, അയ്യോ 5 ദിവസം കഴിയുമ്പോൾ പരീക്ഷയാണ് എന്ന് പറയുന്നിടത്തും നമ്മുടെ ഫിസിയോളജിക്കൽ പ്രോസസ്സ് സെയിം ആണ്. ഇത് ഞാൻ പറയുമ്പോൾ ബയോളജി അറിയാവുന്നവരാണ് നിങ്ങൾ. ഈ രണ്ടിടത്തും അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഡോപ്പമൈൻ ഇതൊക്കെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു പട്ടിയെ കണ്ട് ഓടാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഓടാൻ തുടങ്ങുമ്പോൾ എനർജി വേണം, മസിലുകൾക്ക് ഹാർട്ട് ബീറ്റ് കൂടണം, റെസ്പിറേഷൻ റേറ്റ് കൂടണം. അപ്പോഴും നടക്കുന്ന ഫിസിയോളജി സെയിം ആണ്. പക്ഷേ അവിടെ ഫിയർ വരുമ്പോൾ നമ്മൾ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ് എടുക്കുന്നത്. പരീക്ഷ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പലരും, എനിക്ക് തോന്നുന്നു 95% ഓഫ് സ്റ്റുഡൻസും ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസിലേക്കാണ് പോകുന്നത്. അതല്ല വേണ്ടത്. നമുക്ക് മറ്റേ കാര്യം ഒന്ന് ആലോചിച്ച്, എക്സൈറ്റ്മെൻറ്റിൻ്റെ സമയത്തും ഇതേ കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. നമുക്ക് ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്, നമ്മുടെ റെസ്പിറേഷൻ റേറ്റ് കൂടുന്നുണ്ട്, നമ്മൾ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതെന്തിനാണ് നിങ്ങൾ ആലോചിച്ചേ? നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ നന്നായിട്ട്, ഏറ്റവും വേഗം, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ പരീക്ഷയെ നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത്. നമുക്ക് ഫിയറിൻ്റെ ഒരു ആവശ്യവും ഇല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെന്നല്ല, എവിടെയൊക്കെ കുട്ടികൾ പരീക്ഷ എഴുതുന്നോ അതിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും എല്ലാം കണ്ട് ഒരു കോണ്ടന്റിനെ, ഒരു കോൺസെപ്റ്റിനെ ഏറ്റവും ആഴത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളിതേ പരീക്ഷയ്ക്ക് പോകുന്നത്. ഇത്രയും എക്സ്പോഷർ, ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയുള്ള നിങ്ങളുടെ സഞ്ചാരം വേറെ ഒരു കുട്ടികൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ യു ഓൾ ആർ പെർഫെക്റ്റ്. ഇനി നിങ്ങളെ പിറകോട്ട് വലിക്കാൻ ഒരൊറ്റ കാര്യത്തിനേ പറ്റൂ. അത് ഈ 5 days എന്നുള്ള ആ വേർഡിന്, അല്ലെങ്കിൽ ആ 5 days എന്നുള്ള നിങ്ങളുടെ ചിന്തയെ 2 തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നുകിൽ അതൊരു ഫിയർ റെസ്പോൺസിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. അയ്യോ 5 ദിവസം, അല്ലെങ്കിൽ അയ്യോ 5 ദിവസം കഴിയുമ്പോൾ ഞാനിതാ ഡോക്ടറാകും, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പോവാണ് എന്നുള്ള രീതിയിൽ എടുക്കാം. രണ്ടിടത്തും ഫിസിയോളജിക്കൽ പ്രോസസ്സ് സെയിം ആണ്, ഓൾമോസ്റ്റ് ഹോർമോണുകളെല്ലാം സെയിം ആണ്. പക്ഷേ റെസ്പോൺസ് 2 രീതിയിലാണ്. സോ നമുക്ക് ഈ വരുന്ന 5 ദിവസം നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു തപസ്യാണ് അല്ലേ? ഉറക്കം കളഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ സഹോദരങ്ങളോടും ഫ്രണ്ട്സിനോടുമുള്ള നിങ്ങളുടെ വിലയേറിയ നിമിഷങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ശ്രമിച്ചതാണ്. അപ്പോൾ ഇനിയുള്ള 5 ദിവസം അതിൻ്റെ പരിസമാപ്തിയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ട്രൈ ടു എക്സൈറ്റഡ്. എപ്പോഴും നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കൂ. ആ എക്സൈറ്റ്മെൻറ്റ്, അവിടെ കിട്ടുന്ന എക്സ്ട്രാ എനർജി, അവിടെ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് റൈസ് ചെയ്യുന്നത് പേടിക്കാനല്ല, മറിച്ച് നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങളിലൂടെ ഒന്നുകൂടെ പെട്ടെന്ന് മറിച്ച് നോക്കാൻ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോകുന്ന കോൺസെപ്റ്റുകളെ ഒന്നുകൂടി ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ, കുറവുകളെ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ, ആൻഡ് ഒരിക്കലും പാനിക് ആവാതെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ. സോ അയ്യോ 5 ദിവസം അല്ല, 5 days. അത് കഴിയുമ്പോൾ ഐ എം ഗോയിങ് ടു അച്ചീവ് വാട്ട് ഐ എം ഡ്രീമിങ് അല്ലേ? സോ എല്ലാവരും ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമല്ലോ അല്ലേ? എപ്പോഴും പറയും പോലെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം. Brilliant Study Center, India's #1 coaching center for NEET and JEE.